ഹായ്. വളരെ മഹത്തരമായ അത്ഭുതകരമായ ഒരു പ്രതിഭാസം. നമ്മുടെ ശരീരത്തിൽ ഒരു ജീവന്റെ തുടിപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ വിവിധ മാറ്റങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങുന്നു. പീരിയഡ്സ് മിസ്സാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ആർത്തവം നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ പ്രഗ്നന്റ് ആണെങ്കിൽ ശരീരം വിവിധ ചേഞ്ചസുകൾ കാണിച്ചു തുടങ്ങുന്നതാണ്. സ്തനങ്ങളുടെ ആകൃതിയിലും വലിപ്പത്തിലും വരുന്ന മാറ്റം, ഛർദി, ഓക്കാനം, തലകറക്കം, ഭക്ഷണത്തോടുള്ള വിരക്തി എന്നിങ്ങനെ തുടങ്ങി വിവിധ മാറ്റങ്ങൾ. പക്ഷേ ഇതിൽ പലതും പീരിയഡ്സുമായി ബന്ധിക്കപ്പെട്ട ഈ സിംറ്റംസ് ആയതിനാൽ തന്നെ ഇത് പീരിയഡ്സിന്റെ സിംറ്റംസ് ആണോ അതോ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആണോ എന്ന് ഉറപ്പിക്കാൻ പലർക്കും സാധിക്കാതെ വരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗർഭ പരിശോധനകൾ അനിവാര്യമായി വരുന്നത്. ഇനി ഗർഭ പരിശോധനകൾ തന്നെ വീടുകളിൽ ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ലാബുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. ഇതിൽ പീരിയഡ്സ് മിസ്സാകുമ്പോൾ അല്ലെങ്കിൽ ആദ്യ സിംറ്റംസ് അല്ലെങ്കിൽ ഒരു ഡൗട്ട് തോന്നുമ്പോൾ കൂടുതലും ആളുകൾ ചെയ്യാറ് ഹോം കിറ്റുകളാണ്. ഹോം പ്രഗ്നൻസി കിറ്റുകൾ ഇന്ന് ലബോറട്ടറീസ്, നമ്മള് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ധാരാളം ലഭ്യമാണ്. ഈ കിറ്റുകൾ ഉപയോഗിച്ചാണ് പലരും ആദ്യ സംശയം ദൂരീകരിക്കാറ്. പക്ഷെ എന്താണ് ഈ പ്രഗ്നൻസി കിറ്റ് അല്ലെങ്കിൽ HCG കിറ്റ് എന്ന് പറയുന്നത്? എന്താണ് അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? അതിൽ വരുന്ന ഇറേഴ്സ് എന്തൊക്കെയാണ്? ഇത് പൂർണ്ണമായും കറക്റ്റ് ആണോ? എപ്പോഴാണ് നമ്മൾ ഈ കിറ്റ് യൂസ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ ഡോക്ടർ ഷെമി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരു ഗർഭ പരിശോധനയിൽ യൂഷ്വലി നമ്മൾ പരിശോധിക്കാറ് നമ്മുടെ ശരീരത്തുള്ള HCG എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രസൻസ് ആണ്. എന്താണ് HCG? ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോപിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണത്. ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ പ്ലാസെന്റയിൽ നിന്നാണ്. നമ്മുടെ പ്ലാസെന്റ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണിത്. അല്ലാതെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ കാണുകയില്ല. പ്ലാസെന്റയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? പ്രഗ്നൻസി ടൈമിലാണ്. സോ ഇത്തരത്തിലൊരു ഹോർമോൺ പ്ലാസെന്റ റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ശരീരത്തിൽ ഒരു ഭ്രൂണം ഉണ്ടാകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്, അല്ലെ? സോ HCGയുടെ അളവാണ്, ഈ ഹോർമോണിന്റെ അളവാണ് കിറ്റിൽ നമ്മളിപ്പോൾ ഹോം കിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലബോറട്ടറി ടെസ്റ്റുകളിലാണെങ്കിലും നമ്മൾ പരിശോധിക്കുന്നത്. ഇത് തന്നെ നമുക്ക് മൂത്രത്തിൽ അതിന്റെ അളവ് പരിശോധിക്കാം, അതുപോലെ തന്നെ രക്തത്തിലും HCGയുടെ പ്രസൻസ് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പൊ ഷുഗർ ഉള്ള ആളുകൾ, ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മൂത്രവും പരിശോധിക്കാറുണ്ട്, അതുപോലെ ബ്ലഡും ടെസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെ? ബ്ലഡിലെ ഷുഗറിന്റെ അളവ് നോക്കാറുണ്ട്, മൂത്രത്തിലെ ഷുഗറിന്റെ അളവ് നോക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ HCG നോക്കുന്നത് ബ്ലഡിലെ നോക്കാറുണ്ട്, അതുപോലെ തന്നെ മൂത്രത്തിലെ നോക്കാറുണ്ട്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ലാബുകളിൽ പോയി ചെയ്യുന്നത് എന്തായിരിക്കും? ബ്ലഡ് ടെസ്റ്റുകളായിരിക്കും. പക്ഷെ നിങ്ങൾ ഹോം കിറ്റുകളിൽ ചെയ്യുന്നത് യൂഷ്വലി മൂത്രത്തിന്റെ ടെസ്റ്റ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ചിലവ് കുറഞ്ഞൊരു ടെസ്റ്റ് ആണ് പ്രഗ്നൻസി കിറ്റ് എന്ന് പറയുന്നത്. ഒരു ഗർഭാവസ്ഥയുടെ ആരംഭം മുതൽക്ക് തന്നെ നമ്മുടെ കുഞ്ഞിന്റെ വികാസത്തിനും ആ കോശങ്ങളുടെ വളർച്ചയ്ക്കും വേണ്ടി പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാത്തരം ശാരീരിക മാറ്റങ്ങളിലൂടെയും നമ്മുടെ ശരീരം കടന്നു പോകുന്നതാണ്. അതിന്റെ ആദ്യ പടിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബീജസങ്കലനം നടന്നതിന് ശേഷം, ആ ഭ്രൂണം ഉണ്ടായതിനു ശേഷം 10 ദിവസങ്ങൾക്കുള്ളിൽ ശരീരം HCG ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നു. ഇതിന്റെ പ്രസൻസ് നമുക്ക് ഒരു സ്ത്രീ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള ഹോം കിറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം, പീരിയഡ്സ് മിസ്സായ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ HCG കിറ്റുകൾ ഉപയോഗിച്ചു, ആ കിറ്റുകൾ ഉപയോഗിച്ചപ്പോൾ നെഗറ്റീവായി കാണപ്പെട്ടു, പിന്നീട് കണ്ടെത്തി ഞങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന്. സോ ഈ കിറ്റുകൾ തെറ്റാണോ? ഇത് ഉപയോഗിക്കുന്നത് റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ പൊതുവെ വരാറുണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തെ HCG പ്രഗ്നന്റ് ആയ ആ സമയത്താണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് സഫീഷ്യന്റ് ആയിട്ടൊരു നല്ല എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അതിൻ്റെതായ ഒരു സമയം വേണം. നിങ്ങൾ ഒരു പീരിയഡ്സ് മിസ്സായി ഉടനെ HCG കിറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെ ട്രേസ് എമൗണ്ടിലെ നിങ്ങളുടെ ശരീരത്തിൽ HCG ഹോർമോണുകൾ കാണുകയുള്ളൂ. അത് ആ കിറ്റിൽ ഒരു പക്ഷെ ഡിറ്റക്ട് ചെയ്യണമെന്ന് കൂടിയില്ല. പക്ഷെ ഓരോ ആഴ്ച കഴിയും തോറും HCGയുടെ എമൗണ്ട് നിങ്ങളുടെ ശരീരത്തിൽ കൂടി വരും. സോ പീരിയഡ്സ് മിസ്സായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെയും പോസിറ്റീവായി റിസൾട്ട് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധ്യതയാണ്, ആ ഒരു ട്രേസ് ലൈൻ നിങ്ങൾക്ക് കിറ്റിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമുക്ക് സമയമെടുക്കും HCG നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടാനുള്ള ആ സമയം. അതിൽ വരുന്ന ഒരു ലാഗ് ആണ് പലപ്പോഴും ആദ്യ HCG കിറ്റ് പരിശോധനയിൽ നെഗറ്റീവ് കാണിക്കുകയും പിന്നീട് അത് പോസിറ്റീവായി മാറുകയും ചെയ്യുന്നത്. ഇതൊരു ഫോൾസ് നെഗറ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഫോൾസ് നെഗറ്റീവ് ആണ്.
ഈ കാരണത്താലാണ് ആദ്യം ഒരു HCG കിറ്റ് പരിശോധിച്ചു നെഗറ്റീവ് ആയാൽ നമ്മൾ കൺഫേം ചെയ്യാൻ പാടില്ല, പ്രഗ്നന്റ് അല്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക, വീണ്ടും 1-2 ആഴ്ചക്കുള്ളിൽ വീണ്ടും ഈ കിറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആ സമയത്തും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്കതൊരു പ്രഗ്നൻസി അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും പീരിയഡ്സ് ആവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രഗ്നന്റ് അല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആദ്യം ഫോൾസ് നെഗറ്റീവ് കാണിക്കുന്നത് സ്വാഭാവികമായ ഒന്നാണ്. അതിന് കാരണം HCG എമൗണ്ട് സഫീഷ്യന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തെ ഉത്പാദിപ്പിക്കാൻ പെടാത്തത് കൊണ്ടാണ്. പക്ഷേ ഇനി വേറൊരു കേസ് എടുത്താൽ, ഇപ്പോൾ ഒരു ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ് പോലുള്ള കേസുകളിലാണെങ്കിൽ ധാരാളം HCG ഹോർമോണുകൾ, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആയതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ധാരാളം HCG ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അവർക്ക് ഒരു പക്ഷേ പീരിയഡ്സ് മിസ് ആയതിനുടനെ HCG കിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പോസിറ്റീവും കാണിക്കാം. ഓക്കെ, അപ്പൊ എല്ലാ കേസിലും ആദ്യ സ്റ്റെപ്പിൽ തന്നെ HCG കിറ്റ് പോസിറ്റീവ് കാണിക്കണമെന്നില്ല, പക്ഷെ ചില കേസുകളിൽ കാണിക്കാറുമുണ്ട്. സോ ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രവർത്തനം. റീസൺ ഇതാണ്, HCGയുടെ എമൗണ്ട് ആണ്. പിന്നെ ഇത്തരത്തിലുള്ള ഹോം കിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന്റെയൊക്കെ പുറകിൽ ഓരോ കമ്പനികളായിരിക്കും ഓരോ കിറ്റുകൾ ഇറക്കുക. സോ ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ആ ഡയറക്ഷൻ നിങ്ങൾ ഫസ്റ്റിലെ വായിക്കുക. ഇപ്പൊ യൂഷ്വലി വരാറെന്ന് വെച്ചാലും മിക്ക കിറ്റുകളിലും കാണുക എന്ന് വെച്ചാൽ ഒരു സ്ട്രിപ്പ് ആയിരിക്കും. ആ സ്ട്രിപ്പിനകത്ത് ഒരു കൺട്രോൾ ലൈൻ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മൂത്രം പോസിറ്റീവ് ആണെങ്കിൽ കാണിക്കുന്ന ഒരു ടെസ്റ്റ് ലൈൻ. സോ ഇങ്ങനെ ഒരു ലൈൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആദ്യത്തേത് കൺട്രോൾ ലൈൻ ആയിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ടെസ്റ്റിന്റെ ഭാഗത്തും അത് ലൈൻ പ്രത്യക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ പ്രഗ്നന്റ് ആണെന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അങ്ങനെ ഒരു ലൈൻ, രണ്ടാമത്തെ ഒരു ബാൻഡ് പ്രത്യക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ സ്ത്രീ പ്രഗ്നന്റ് അല്ല എന്നാണ്. ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ബാൻഡ് യൂഷ്വലി എപ്പോഴും എന്തായിരിക്കും, കൺട്രോൾ ആയിരിക്കും. സെക്കൻഡ് ബാൻഡ് ആയിരിക്കും യൂഷ്വലി നമ്മുടെ ടെസ്റ്റിന്റെ ബാൻഡ് വരുന്നത്. ഓക്കെ, സോ അത് നമുക്ക് ഓരോ കമ്പനിക്ക് അനുസരിച്ച് നമുക്ക് അതിന്റെ ഒരു ഡയറക്ഷൻ വായിച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു കൺഫർമേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതാണ്. സോ നിങ്ങളുടെ ഒരു കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഇപ്പൊ കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഹോം പ്രഗ്നൻസി കിറ്റ് ആണ്. അപ്പൊ ഇതൊരു പിങ്ക് കളറിൽ ഇരിക്കുന്നു എന്ന് കരുതി തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് യൂഷ്വലി അവൈലബിൾ ആയത് ഒരു വൈറ്റ് കളറിലെ സ്ട്രിപ്പ് ആയിരിക്കും. ഇതിൽ ഈ കാണുന്ന ഒരു ഹോള് പോലെ കാണുന്ന ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഇനി യൂറിൻ ഇട്ട് കൊടുക്കേണ്ടത്. യൂറിന്റെ ഡ്രോപ്പ് ഇടുന്ന ഒരു പൊസിഷനാണിത്. നമ്മുടെ കൺട്രോൾ ടെസ്റ്റിന്റെ ബാൻഡ് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. C എന്ന് എഴുതിയിരിക്കുന്ന കൺട്രോൾ ആണ്, T എന്ന് എഴുതിയിരിക്കുന്നത് ടെസ്റ്റ് ആണ്. കൺട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ യൂറിൻ ഒഴിച്ചു കഴിയുമ്പോൾ ബാൻഡ് കാണിക്കും. ടെസ്റ്റിൽ ബാൻഡ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതാണ് നമ്മുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആണോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ടെസ്റ്റിന്റെ അവിടുത്തെ ബാൻഡിന്റെ പ്രസൻസ് ആണ്. സോ ഇതാണ് ഒരു കിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ഹോൾ ഉണ്ട്, ബാൻഡ് പ്രത്യക്ഷപ്പെടുന്ന സ്ട്രിപ്പ് ഉണ്ട്. ഇത്രയുമാണ് ഇതിന്റെ പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ 2 യൂറിൻ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കാണുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആയ ഒരു ആളുടെ യൂറിനും രണ്ടാമത്തത് നോർമൽ ആയിട്ടുള്ള ഒരാളുടെ യൂറിനുമാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ആദ്യത്തേതിനകത്ത് HCG യൂറിൻ എന്നും രണ്ടാമത്തതിനകത്ത് നോ HCG യൂറിൻ എന്നും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ഡ്രോപ്പും ഈ ഒരു പോയിന്റിൽ ഈ ഹോളിൽ ഇട്ട് നോക്കാം. 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ആ ബാൻഡ് വരുന്നത്, അവയുടെ ഒരു ഡിഫറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ HCG ഉള്ള, അതായത് പ്രഗ്നന്റ് ആയ സ്ത്രീയുടെ യൂറിനാണ് ഇട്ട് കൊടുക്കുന്നത്. യൂറിൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ചില ടെസ്റ്റിംഗ് കിറ്റിൽ ഒരു ഡ്രോപ്പ് മതിയാവും, ചിലതിൽ 2 ഡ്രോപ്പ്, അത് ഡിപ്പെൻസ് അപ്പോൺ. ഇനി അടുത്തതിനകത്ത് നമ്മൾ പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീയുടെ യൂറിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ യൂറിൻ ആ സ്ട്രിപ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ ബാൻഡ് പ്രത്യക്ഷപ്പെടുന്നു നോക്കുക. കൺട്രോളിൽ എന്തായാലും ബാൻഡ് കാണിക്കും. ടെസ്റ്റിൽ ബാൻഡ് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഫസ്റ്റ് പ്രഗ്നന്റ് ആയ സ്ത്രീയുടെ ടെസ്റ്റ് ബാൻഡ് ഓൾറെഡി പോസിറ്റീവ് ആണ്, ഓൾറെഡി ബാൻഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതേസമയം നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീയുടെ കൺട്രോൾ ബാൻഡ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. മറ്റടുത്ത് 2 ബാൻഡും താഴെ ഒരു ബാൻഡ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ സ്ത്രീ പ്രഗ്നന്റ് ആണ്, രണ്ടാമത്തെ സ്ത്രീ പ്രഗ്നന്റ് അല്ല. ഇതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് ടെസ്റ്റ് ബാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഹോം പ്രഗ്നൻസി കിറ്റ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. ഒരു ഫെയ്ഡ് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫർദർ വേറെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വരും. ഫെയ്ഡ് വന്നാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി താഴെ കാണിച്ചിരിക്കുന്നതിനകത്ത് ബാൻഡ് ഇല്ല, അതൊരു നെഗറ്റീവ് റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന പല ബ്രാൻഡുകളിലും HCGയുടെ എമൗണ്ട് ഒരു ഗർഭധാരണത്തിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ ഇറക്കുന്നതെങ്കിലും എപ്പോഴും നിങ്ങൾ ആർത്തവം മിസ്സായതിനു ശേഷം ഇത്തരത്തിലുള്ള കിറ്റുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്.
ഓക്കെ, അതും മാക്സിമം ഒരാഴ്ച ഡിഫറൻസ് ഒക്കെ ഉള്ളതിന് ശേഷം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട്, ഇത്തരത്തിലുള്ള ഫോൾസ് നെഗറ്റീവ് ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞ് കറക്റ്റായിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഹോം കിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? യൂഷ്വലി മോസ്റ്റ് കേസിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് കിറ്റുകളിൽ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ എയർലി യൂറിൻ ആണ്, പ്രഭാതത്തിലെ മൂത്രമാണ്. അത് തന്നെ, കാരണം ആ സമയത്തായിരിക്കും കൂടുതൽ സാന്ദ്രതയോട് കൂടി തന്നെ നല്ല രീതിയിലുള്ള HCG എമൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഏർലി യൂറിൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടത് അത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് നമുക്ക് ആ യൂറിൻ വേണ്ടത്. അപ്പോഴേ നമുക്ക് വളരെ എളുപ്പത്തിൽ HCG ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത് പലരും ചെയ്യുന്ന ഒരു അബദ്ധം, ഇത്തരത്തിലുള്ള മൂത്രം ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ധാരാളം വെള്ളം കുടിക്കും. കാരണം കൂടുതൽ മൂത്രം ഉത്പാദിപ്പിക്കപ്പെടട്ടെ എന്നോർത്ത് കൂടുതൽ യൂറിന് വേണ്ടി കൂടുതൽ വെള്ളം കുടിക്കും. പക്ഷെ ഇതൊരു തെറ്റായ ഒരു നടപടിയാണ്. കാരണം ഇങ്ങനെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ യൂറിൻ കൂടുതൽ ഡൈല്യൂട്ട് ആകുകയും HCGയുടെ എമൗണ്ട് നേരത്തേതാകുകയും ചെയ്യും. നേരത്തെ അളവിൽ HCG വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ടെസ്റ്റിംഗ് കിറ്റിൽ ഡിറ്റക്ട് ചെയ്യുന്നതും കുറവായിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവിനുള്ള സാധ്യത കൂടുതലാണ്. സോ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അധികം വെള്ളം കുടിക്കാതിരിക്കുക. അല്പം മുമ്പ് വീഡിയോയിൽ കണ്ടതുപോലെ ടെസ്റ്റിംഗ് കിറ്റിനോട് കൂടി ഡ്രോപ്പർ ഉണ്ടാവും. ഈ ഡ്രോപ്പിൽ 1-2 ഡ്രോപ്പിൽ യൂറിൻ ആയിരിക്കും നിങ്ങളോട് ആ സ്ട്രിപ്പിൽ ഒഴിക്കാൻ പറയുക. ഇത്തരത്തിൽ എങ്ങനെയാണ് ആ പാക്കറ്റിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ നൽകിയിരിക്കുന്നത് അത് കൃത്യമായി ഫോളോ ചെയ്യുക. ഓരോ സ്റ്റെപ്പിന് ശേഷവും ഡയറക്ഷൻസ് വായിക്കുക, അതിന്റെ റിസൾട്ടുമായി കമ്പയർ ചെയ്യുക. അങ്ങനെ വേണം നിങ്ങൾ ഓരോ HCG കിറ്റും ചെയ്യേണ്ടത്. ഇനി ചിലരുടെ കേസുകളിൽ ഈ ബാൻഡ് വളരെ നമുക്ക് കൃത്യമായി നിർണ്ണയിക്കാൻ രീതിയിൽ വരാതിരിക്കുകയും ഫെയ്ഡ് ആയിട്ടൊക്കെ കാണും. അതായത് പോസിറ്റീവ് ആണെന്നും പറയാൻ പറ്റില്ല, നെഗറ്റീവ് ആണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ മിക്കവാറും ആ കേസിലൊക്കെ ആയിരിക്കും രക്തപരിശോധന നമ്മൾ നിർദ്ദേശിക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുക. HCGയുടെ തന്നെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. അത് യൂഷ്വലി ലാബുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലാണ് ചെയ്യാറ്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ചിലവെന്ന് പറയുന്നത് യൂറിൻ ടെസ്റ്റിനേക്കാളും അല്പം കൂടി കൂടുതലായിരിക്കും. വളരെ റെയർ ആയിട്ടേ ഉള്ളൂ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുള്ളൂ. യൂറിൻ ടെസ്റ്റിനെ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ചില കേസുകളിൽ, ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസ് വരുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കൂടി നിർദ്ദേശിക്കാറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചില വേറിയതാണ്. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ആണോ യൂറിൻ ടെസ്റ്റ് ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ബ്ലഡ് ടെസ്റ്റ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. കാരണം കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു യൂറിനിലെ HCGയുടെ ഒരു എമൗണ്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് HCG നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ടിരിക്കണം. അതാണ് നമ്മൾ കണ്ടത് ടെസ്റ്റിംഗ് കിറ്റിൽ ആദ്യ ഘട്ടങ്ങളിൽ ഫോൾസ് നെഗറ്റീവ് കാണിക്കുന്നു എന്ന് പറയുന്നത്. സോ സഫീഷ്യന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തെ HCG ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ യൂറിൻ കിറ്റുകളിലൂടെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയതിനാൽ ട്രേസ് എമൗണ്ട് ഓഫ് HCG ആണ്, വളരെ കുറച്ച് HCG ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതായത് പ്രഗ്നൻസിയുടെ വളരെ ആരംഭഘട്ടമാണെങ്കിൽ കൂടിയും ആ സ്റ്റേജിൽ കൂടിയും നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? പ്രഗ്നൻസി കണ്ടെത്തുവാൻ സാധിക്കും ബ്ലഡ് ടെസ്റ്റിലൂടെ. അതാണ് ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു ഗർഭ പരിശോധന നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ, ഗർഭധാരണത്തിന് 10 തൊട്ട് 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിൽ പല ടെസ്റ്റുകളും പോസിറ്റീവ് കാണിക്കുമെങ്കിലും യൂഷ്വലി ആർത്തവം മിസ്സായതിനു ശേഷം ഇത്തരത്തിലുള്ള ടെസ്റ്റ് കിറ്റുകൾ ചെയ്യുക അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക. അപ്പൊ കൂടുതൽ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുവാനുള്ള സാധ്യത ഏറെയായിരിക്കും. ഇനി ആർത്തവം മിസ്സായ ഉടനെ നെഗറ്റീവ് ആണ് കാണിക്കുന്നതെങ്കിലും നിങ്ങൾ പിന്നെയും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഡിഫറൻസിൽ നിങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്യുക. ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. ഇതിന് കാരണം ആദ്യം കാണിച്ച നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു ഫോൾസ് നെഗറ്റീവ് ആയിരിക്കും. ഇതിനുശേഷം നിങ്ങൾക്ക് ആർത്തവം വരുന്നില്ല, ആ സമയം നെഗറ്റീവ് ആണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഫർദർ ഗൈഡൻസ് നേടേണ്ടതാണ്. ഇനി കഴിക്കുന്ന പല മരുന്നുകളും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ മാറ്റിമറിക്കുമോ? പക്ഷെ ഇതുവരെയുള്ള ഒരു പഠനങ്ങൾ അനുസരിച്ച് ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ മദ്യം, നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ, ഇതൊന്നും ഇത്തരത്തിലുള്ള പ്രഗ്നൻസി കിറ്റുകളുടെ റിസൾട്ടുകളെ ബാധിക്കുന്നതല്ല. അതിന്റെ പേരിൽ ഒരു നെഗറ്റീവോ പോസിറ്റീവോ കാണിക്കുന്നതല്ല. പക്ഷേ നിങ്ങൾ ഒരു ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഈ റിസൾട്ടുകളെ ബാധിക്കാം. ഫോൾസ് പോസിറ്റീവ് പോലെയുള്ളവ കാണിക്കാം. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ മാത്രം. അല്ലാത്ത മരുന്നുകളൊന്നും ഇത്തരത്തിലുള്ള റിസൾട്ടുകളെ ബാധിക്കുന്നതായി ഇതുവരെ പഠനങ്ങൾ പറയുന്നില്ല. ഇനി ഹോം കിറ്റുകളിൽ പോസിറ്റീവ് ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസി കെയറുകൾ സ്റ്റാർട്ട് ചെയ്യുക. വൈറ്റമിൻസ് ടാബ്ലറ്റ്സ്, ഫോളേറ്റ് ടാബ്ലറ്റ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഡയറ്റ് മോഡിഫൈ ചെയ്യുക. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എത്രയും വേഗം എടുക്കുക. ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ഗർഭാവസ്ഥ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ കരുതുന്നു. ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.